കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം. കോഴിക്കോട് കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ വിമത വിഭാഗം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച നടപടി അംഗീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനം. DCC ഓഫീസ് നിർമ്മാണത്തിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെതിരെ പ്രചാരണം നടത്താനുമാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. PV കുട്ടൻ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, എന്താണ്, ഗുഡ് മോർണിംഗ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ നിലവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ല എന്നാണോ ഒരു വിഭാഗം പറയുന്നത്? പ്രത്യേകിച്ചും പ്രവീൺ കുമാർ അടക്കമുള്ളവർക്കെതിരെ വലിയ പടയൊരുക്കത്തിനുള്ള നീക്കങ്ങളാണോ അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, കോഴിക്കോട് കോൺഗ്രസിനകത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതൊക്കെ ഏകപക്ഷീയമായാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയിരുന്നു. കോഴിക്കോട്ട് കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യ യോഗം ചേർന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ 8 KPCC അംഗങ്ങൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിലൊരു പ്രത്യേകത എന്നുള്ളത്, സാധാരണയായി വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടാണ് കോഴിക്കോടും അതോടൊപ്പം തന്നെ മലബാറിലും അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവിലും കോൺഗ്രസിൻ്റെ യോഗങ്ങൾ ചേരാറ്. പക്ഷേ കോഴിക്കോട് ഇത്തവണ ചേർന്നിരിക്കുന്നത് ഗ്രൂപ്പിന് അതീതമായ യോഗമാണ്. അതായത് എല്ലാ ഗ്രൂപ്പിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായി ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോഴിക്കോട്ട് MP MK രാഘവൻ, വടകര MP ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, ഈ 4 പേർക്കെതിരെയാണ് ജില്ലയിലെ മറ്റെല്ലാ നേതാക്കളും ഗ്രൂപ്പ് ഭേദമന്യേ ഇപ്പോൾ രംഗത്ത് വരുന്നത്. കാരണം ഇവിടുത്തെ ജില്ലയിലെ എല്ലാ തീരുമാനങ്ങളും ഈ 4 പേർ ചേർന്ന് ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഈ ടീം മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം കോഴിക്കോട് ജില്ലക്കകത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാവ് പോലും മത്സരിപ്പിക്കാൻ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു. കൊയിലാണ്ടിയും നാദാവിനും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ, ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും പരാമർശിക്കുന്നതിന് വേണ്ടി DCCയിലെ ഈ പവർ ഗ്രൂപ്പ് തയ്യാറായിരുന്നില്ല. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അണികൾക്കുണ്ട്. അങ്ങനെയാണ് വടകരയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. മുല്ലപ്പള്ളിയെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം തന്നെ കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ സ്വന്തം പേര് തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്തിൽ ജയന്തിൻ്റെ പേര് തീരുമാനിക്കുന്നു. നാദാപുരത്ത് KVC നേതാവ് അഭിജിത്തിൻ്റെത് MK രാഘവൻ്റെ നോമിനിയാണ്. ഇത്തരത്തിലുള്ള പേരുകൾ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തന്നെ ഒരു തീരുമാനമെടുത്ത് പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഇതിനെതിരെയാണ് ശക്തമായിട്ട് പ്രതികരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ വിമത വിഭാഗം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന് പോലും അവർ തയ്യാറായേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് DCC ഓഫീസ് നിർമ്മാണത്തിലെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന തരത്തിൽ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നു വന്നിരുന്നു, ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ പരാതികളൊക്കെ. ഇതിനകത്ത് ഈ കണക്കുകളൊക്കെ പെരുപ്പിച്ച് കാണിച്ചു. അതോടൊപ്പം തന്നെ കെട്ടിടത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് അളവിലുൾപ്പെടെ ക്രമക്കേട് കാട്ടിയെന്നാൽ തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ഈ DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ തന്നെ KPCCയുടെ മുന്നിലെത്തിയിരുന്നു. എന്നാൽ ഈ പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ സ്വാധീനം മൂലം ആ ഒരു പരാതി പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയായിരുന്നു KPCC നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ പരാതി ഉൾപ്പെടെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് DCC നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഈ വിമത വിഭാഗം വളരെ കൃത്യമായ രീതിയിൽ ഈ ക്രമക്കേടുകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി പ്രവീണിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം ഈ പ്രവീണിൻ്റെ അഴിമതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൊയിലാണ്ടി മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടത്. മനു, ശരി, ഏതായാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അഴിമതി അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നത് പുറത്തുനിന്നല്ല, ആ പാർട്ടിക്കുള്ളിൽ നിന്നാണ്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ഇപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ പൊട്ടിത്തെറികളിലേക്കാകും പോവുക. അതായത് DCC അധ്യക്ഷൻ ഈ DCC ഓഫീസ് നിർമ്മാണത്തിലടക്കം വലിയ ക്രമക്കേടുകൾ നടത്തി. ആ ക്രമക്കേടുകളടക്കം പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് പ്രവീൺ കുമാറിനെതിരെ ആക്ഷേപം ശക്തമാക്കാനാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനമെന്ന് പറയുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ PV കുട്ടൻ നമുക്ക് നൽകിയത്.